1957 ഒക്ടോബർ 30-ന് കോട്ടയം സ്വദേശിയായ ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുടെയും പാലക്കാട് സ്വദേശിനിയായ ലക്ഷ്മിക്കുട്ടിയുടെയും മകളായാണ് അവരുടെ ജനനം. അതെ, ലളിതശ്രീ തന്നെ. പിതാവ് ഡോക്ടറായിരുന്നതിനാൽ ആന്ധ്രയിലെ വിജയവാഡയിലായിരുന്നു ലളിതശ്രീ വളർന്നതും പഠിച്ചതുമെല്ലാം. എന്നാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതോടുകൂടി ആ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. തുടർന്ന് അവർ ചെന്നൈയിലേക്ക് താമസം മാറി. കുടുംബം പുലർത്താനായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. സിനിമയിൽ വന്നാൽ നല്ല കാശ് കിട്ടുമെന്നും ജീവിതം രക്ഷപ്പെടുമെന്നും കേട്ടാണ് ഈ രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടുകളായ ജഗതി, പപ്പു, മാള, ഇന്നസെന്റ് എന്നിവർക്കൊപ്പം സ്ക്രീനിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ആ നടിയെ നമ്മൾ എങ്ങനെ മറക്കാനാണ്. പ്രേം നസീർ, കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ വമ്പൻ താരങ്ങൾക്കൊപ്പം 400-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ട നമ്മുടെ സ്വന്തം ലളിത ചേച്ചി. കരിയറിൻ്റെ പീക്ക് ടൈമിൽ 1983, 1987 വർഷത്തിൽ 33 സിനിമകളിൽ വരെ അഭിനയിച്ചു. തിളങ്ങി നിന്ന ആ ജീവിതത്തിന് പിന്നിൽ വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുമുണ്ട്. ലളിതശ്രീ എന്നത് അവരുടെ യഥാർത്ഥ പേരല്ല, സുഭദ്ര എന്നാണ് പേര്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവർ താമസിച്ചിരുന്ന വീടിൻ്റെ പേരായിരുന്നു ലളിതശ്രീ. ഒരിക്കൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ പേര് കണ്ട് അത് നടിയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ പേരിൽ സിനിമ ശരിയാവുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാമെന്ന് അമ്മയും പറഞ്ഞു. ഭാഗ്യമെന്നോണം അന്ന് തന്നെ ദേവി കരുമാരിയമ്മൻ എന്ന തമിഴ് ചിത്രത്തിൻ്റെ അഡ്വാൻസും കിട്ടി. അങ്ങനെ സുഭദ്ര ലളിതശ്രീയായി മാറി. മധുരം തിരുമധുരമായിരുന്നു ആദ്യ മലയാള ചിത്രം. പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ മിസ്റ്റർ ബട്ട്ലർ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, അലാവുദ്ദീനും അത്ഭുതവിളക്കും, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, അക്കരെ നിന്നൊരു മാരൻ, ഇഷ്ടമാണ് പക്ഷേ, സ്നേഹമുള്ള സിംഹം, ഇങ്ങനെ നിരവധി തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാള ഭാഷകളിലായി 400-ലധികം ചിത്രങ്ങളുണ്ട്. സിനിമകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ തളർന്നില്ല. ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാവുന്ന ലളിതശ്രീ പിന്നീട് പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്ററായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും മാറി. തൻ്റെ അവസാന തമിഴ് ചിത്രമായ വീട്ടിലെ വിശേഷത്തിൽ അവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തതും അവർ തന്നെയാണ്. 2006-ൽ പുറത്തിറങ്ങിയ ബൽറാം വേഴ്സസ് താരദാസാണ് അവർ അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം. പിന്നീട് നല്ല അവസരങ്ങൾ വരാത്തതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നത്. എങ്കിലും അമ്മ സംഘടനയിൽ നിന്ന് പ്രതിമാസം ലഭിക്കുന്ന കൈനീട്ടം ധനസഹായത്തെക്കുറിച്ച് അവർ ഇന്നും നന്ദിയോടുകൂടി ഓർക്കുന്നു. നിലവിൽ അനിയൻ്റെ കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് താമസം. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകണം, അറിയാവുന്ന ജോലി ചെയ്യണം. അഭിനയമില്ലെങ്കിലും ട്രാൻസ്ലേഷനും ഡബ്ബിംഗ് ഡയറക്ഷനുമായി തിരക്കിലാണ് അവരിപ്പോൾ. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ നിറഞ്ഞ സംതൃപ്തിയോടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലളിതശ്രീക്ക് എല്ലാവിധ നന്മകളും നേരുന്നു.